ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജനുവരി 23, 2026. മാർക്കറ്റ് വീക്ക്ലി ക്ലോസിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നടന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഓവറോൾ മാർക്കറ്റ് വീക്കായിരുന്നു. അതിന് പുറമെ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടുതലായിരുന്നു. അതിലൊന്നാണ് പേ ടി എം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു 5-10 ട്രേഡിംഗ് സെഷൻ കൊണ്ട് ഏകദേശം ഒരു 10%-ലധികം ഓഹരിയിൽ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രം 10%, അതായത് 1138-ലാണ് പേ.ടി.എം ക്ലോസ് ചെയ്തിരിക്കുന്നത്. പേ.ടി.എമ്മിൻ്റെ റിസൾട്ട് ഈ ജനുവരി 29 അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്താണ് ഈ ഒരു ഇടിവ് വന്നിരിക്കുന്നത്. എന്താണ് പേ.ടി.എമ്മിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പേ.ടി.എം നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം വളരെ വ്യാപകമായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പം ഗ്രാമങ്ങളിലും ടയർ 2, ടയർ 3 സിറ്റികളിലും അതുപോലെ തന്നെ വളരെ ഗ്രാമപ്രദേശങ്ങളിലും ഇവർ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിനായിട്ട് പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്കാനേഴ്സും അങ്ങനെയുള്ള പല എക്യുപ്മെൻറ്റ്സും ഇവർ ഡിപ്ലോയ് ചെയ്തിട്ടാണ് ഈ പേയ്മെൻറ്റ് QR കോഡും സ്കാനറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, മാക്സിമം റൂറൽ ഏരിയകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി RBI തന്നെ ഇതിനൊരു ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അതിന് പറയുന്നത് പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നാണ്, PIDF. അപ്പോൾ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഗ്രാൻഡ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് RBI വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഡിസംബർ 25 28 വരെയാണ്, ഈ 2025 വരെയാണ് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഏകദേശം അതൊക്കെ സെറ്റായല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ഭീം ആപ്പും കാര്യങ്ങളൊക്കെ തന്നെ മൊബൈൽ തന്നെയായി. ഇത് ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വന്നതാണ്. ഡിസംബർ 2025 വരെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ പരിപാടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇതുവരെ RBI കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. RBI ആ സ്കീം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത്. കാരണം അതിനുശേഷം ഈ ഒരു അലിഗേഷൻ ഈ ഒരു കാര്യം വന്നതിന് ശേഷം പേ.ടി.എമ്മിൻ്റെ തന്നെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാറുണ്ട്. ഏകദേശം കഴിഞ്ഞ ഒരു 6 മാസം, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 6 മാസം തന്നെ നമുക്ക് ഏകദേശം 150 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷം ഒരു 200-250 കോടി രൂപ അങ്ങനെ അവർക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഫണ്ട് വഴി. അത് ഇനി ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഈ കമ്പനി തന്നെ ഇതിൻ്റെ കോസ്റ്റ് ഇനി അങ്ങോട്ടും വഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 150-200 കോടി രൂപ അവരുടെ റവന്യൂവിന് ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. മറ്റത് ഫണ്ടായിട്ട് വരുന്നതാണ് RBIയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഓൾറെഡി മെയ്ഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എത്രമാത്രം ഫണ്ടിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ മാർക്കറ്റ് പാനിക്കായത് ഈ ഒരു ഫണ്ടിൻ്റെ അഭാവം വരും. അപ്പോൾ അതുകൊണ്ട് പേ.ടി.എമ്മിൻ്റെ റവന്യൂവിൽ ഇമ്പാക്റ്റ് ആവാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, RBI ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. എക്സ്റ്റെൻഡ് ചെയ്തിനോ എന്നുള്ളത് RBI ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും ഒരു റൂമറാണ്. അപ്പോൾ രണ്ടും സംഭവിക്കും. ഇനി അടുത്ത ആഴ്ച RBI ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കണ്ടിന്യൂ ചെയ്യുന്നോ എന്നുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറാനും മതി. പക്ഷേ ഇപ്പോൾ ആ ഒരു നെഗറ്റീവിലാണ് മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. 29 റിസൾട്ട് വരാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പേ.ടി.എമ്മിൻ്റെ ഇടിവിന് കാരണമായിട്ട്